പ്രിയ വിദ്യാർത്ഥികളെ, +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 4-ാം അധ്യായം ഫോക്കസ് പോയിന്റിലെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. പ്രസൻറ്റേഷൻ എന്ത് എന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രസൻറ്റേഷൻ എന്നതിൻ്റെ മീനിങ് എന്താണ് എന്നതും വിവിധ രൂപത്തിലുള്ള പ്രസൻറ്റേഷൻ ഫോമുകൾ അഥവാ ടെക്സ്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് പ്രസൻറ്റേഷൻ, ടാബുലർ പ്രസൻറ്റേഷൻ എന്നിവ നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. Then let us now discuss diagrammatic presentation. There are different forms of diagrams. There are different types of diagrams. First one, geometric diagram, and secondly, frequency diagram, and thirdly, arithmetic line graph or time series graph. These are the three forms of diagram. Let us today deeply we will discuss on geometric diagrams. The geometric diagrams are classified into bar diagram and pie diagram. The bar diagrams are also different types. ബാർ ഡയഗ്രാം എന്നത് തന്നെ 3 ഇനങ്ങളാണ്. ബാർ ഡയഗ്രാം എന്നത് തന്നെ 3 തരം ബാർ ഡയഗ്രാംസ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുണ്ട്. വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പത്ര വാർത്താ മീഡിയകളിലൂടെ ഇതുപോലെ പല തരത്തിലുള്ള ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻസ് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകൾ നമുക്ക് മുന്നിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നു. Then how we can read this type of statistical presentation? എങ്ങനെയാണ് ഇതിൽ നിന്നും നാം ഒരു അർത്ഥവത്തായ ഒരു കൺക്ലൂഷൻ, how will draw a conclusion from the presented data? ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നും നാം എങ്ങനെയാണ് ഒരു അർത്ഥവത്തായ കൺക്ലൂഷൻ റീഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ ഹൗ വി ക്യാൻ present our statistical investigation in the form of different graphical presentations. നാം കണ്ടെത്തിയ ഇൻഫർമേഷൻസും നമുക്ക് എങ്ങനെ ഇതുപോലെ പല സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലൂടെ ഡയഗ്രത്തിലൂടെ നമുക്കെങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നതും നമുക്കിന്ന് ചർച്ച ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ബാർ ഡയഗ്രാം. ഇതിന് നാം ചർച്ച ചെയ്യുന്ന ജോമെട്രിക് ഡയഗ്രാംസ് എന്നതിൽപ്പെട്ട ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. Then how we will draw a simple bar diagram? എങ്ങനെയാണ് നാം ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്നത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. ബാർ ഡയഗ്രാം വരയ്ക്കുന്നതിന് ഏതു രൂപത്തിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിലും ആദ്യമായി നമുക്ക് വേണ്ടത് we have to draw an x-axis horizontally. നമുക്ക് ഹൊറിസോണ്ടലായി ഒരു x-axis വരയ്ക്കണം. Then we have to draw y-axis. And also this area is the body of the diagram. ഈ ഏരിയ ആണ് ഡയഗ്രത്തിന്റെ ബോഡി. Here we have to present our data. We have to mark our information. We have to explain the x-axis. x-axisൽ എന്താണ് നാം മാർക്ക് ചെയ്യുന്നത്? That is variable. That is the information, what item, എന്ത് ഇനമാണ് നാം ഇവിടെ ചിത്രീകരിക്കാൻ പോകുന്നത് എന്ന് നാം x-axisൽ രേഖപ്പെടുത്തുന്നു. ഉദാഹരണമായിട്ട് നാം 3 കൺട്രീസിനെ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നു. ആ 3 കൺട്രീസിന്റെ പോപ്പുലേഷൻ ഡാറ്റയാണ് നാം പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ we have to analyze the data range. 3 രാജ്യങ്ങളുടെ ജനസംഖ്യ നാം പ്രസന്റ് ചെയ്യാൻ പോകുന്നു. തന്നിരിക്കുന്ന ഡാറ്റ പരിശോധിച്ച് അവയുടെ റേഞ്ച് മനസ്സിലാക്കിക്കൊണ്ട് y ആക്സിസിന് സ്യൂട്ടബിൾ ആയി നാം ഒരു സ്കെയിൽ ഓഫ് മെഷർമെന്റ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ നാം y ആക്സിസിൽ 0, 25, 50, 75 എന്ന രൂപത്തിൽ ഒരു സ്കെയിൽ ഓഫ് മെഷർമെന്റ് ആണ് നാം ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് x-axis represents the variable and y-axis represents the scale of measurement.
Here, scale of measurement is 1 centimeter is equal to 25. Here, the 1 centimeter represents the 25 crores. ഇവിടെ 1 സെന്റിമീറ്റർ 25 കോടിയെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ രൂപത്തിൽ ഒരു സ്കെയിൽ ഓഫ് മെഷർമെന്റ് വി ഹാവ് ടു ബി സെലക്ടഡ്. ദെൻ വി ഡ്രോ ദ ബാർ ഡയഗ്രാം. ഇനി നാം ഡയഗ്രാം വരയ്ക്കാൻ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് കൺട്രി ചൈന. ചൈനയുടെ പോപ്പുലേഷൻ 144 എന്ന് മെഷർ ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് ടു ഡ്രോ എ ഡയഗ്രാം ഫ്രം ചൈന ടു 144. Data regarding China is ready. Then we have to draw bar diagram for India. That is, Indian population is 139. So a bar is erected from, a rectangle is erected from India to 139. 139 സൂചിപ്പിക്കുന്ന രൂപത്തിൽ ഒരു ബാർ നാം അവിടെ ഉയർത്തി വെക്കുന്നു. And also thirdly, USA population 33, there is a bar erected from USA. This form of presentation is symbol bar diagram. Height of bar only represents the data. ഓരോ ബാറുകളുടെയും ഹൈറ്റ് മാത്രമാണ് ഇവിടെ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ നാം ഉപയോഗിക്കുന്നത്. The width has no consideration. ഇവിടെ ബാറുകളുടെ വീതിക്ക് യാതൊരു പരിഗണനയും നാം ഇവിടെ നൽകുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഡയഗ്രത്തെ നാം 1 ഡയമെൻഷണൽ ഡയഗ്രാം എന്ന പേരിൽ വിളിക്കും. And also the neatness is very important. നാം വരയ്ക്കുന്ന ഡയഗ്രത്തിന്റെ വൃത്തി, നീറ്റ്നെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. And also the width of bar should be equal. ബാറുകളുടെ വിഡ്ത്ത് ഈക്വൽ ആയിരിക്കണം. And also the distance of bar should be equal. ബാറുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. ഈ മാനദണ്ഡങ്ങൾ നാം പാലിച്ചുകൊണ്ട് വൃത്തിയായി ഒരു ബാർ ഡയഗ്രാം വരച്ചാൽ our presentation through a bar diagram, symbol bar diagram is ready to present. അതോടൊപ്പം ഡയഗ്രമാറ്റിക് പ്രസന്റേഷനിൽ നാം ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ നാം ഇതുവരെ പറഞ്ഞതിൽ നിന്നും നമുക്കിങ്ങനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. മുമ്പ് നാം പാർട്സ് ഓഫ് ടേബിൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഡയഗ്രാംസ് ഹാവ് സം മേജർ പാർട്സ്. ഫസ്റ്റ് വൺ, ഡയഗ്രാം നമ്പർ നൽകിയിരിക്കണം. ആൻഡ് ഓൾസോ സെക്കൻഡ്ലി ടൈറ്റിൽ നൽകിയിരിക്കണം. ആൻഡ് തേർഡ്, x-axis should be defined. It represents the variable. x-axis എന്താണ് എന്ന് നിർവചിച്ചിരിക്കണം. And also fourth, y-axis should be defined. y-axisഉം ഡിഫൈൻ ചെയ്തിരിക്കണം. y-axis represents the scale of measurement. That is 1 centimeter is equal to 25 here. And fifth part, the body or field of the ഗ്രാഫ്. ഡാറ്റ പ്രസന്റ് ചെയ്യുന്ന പ്രദേശത്തെ ഏരിയയെ നാം ബോഡി എന്ന് വിളിക്കുന്നു. ആൻഡ് ഓൾസോ ഇൻഡെക്സ് ഓഫ് ഗ്രാഫ്. വി ക്യാൻ യൂസ് ഡിഫറെന്റ് കളേഴ്സ് ഇൻ ദിസ് ഗ്രാഫ് ആൻഡ് വിച്ച് കളർ ഓർ വിച്ച് ഷെയ്ഡിങ് ഇൻഡിക്കേറ്റ്സ് വിച്ച് ഡാറ്റ. നാം നൽകുന്ന ഇൻഡെക്സ് സൂചിപ്പിച്ചിരിക്കണം. ഗ്രാഫിക്കൽ ഏരിയയെ കുറിച്ച്, ഗ്രാഫിന്റെ കളറിനെ കുറിച്ച് ഇൻഡെക്സ് നൽകിയിരിക്കണം. And also the source node at the bottom of the graph. നാം ശേഖരിച്ച ഡാറ്റയുടെ ഉറവിടം സൂചിപ്പിച്ചിരിക്കണം. And also footnotes should be given. ആവശ്യമായ ഗ്രാഫിൽ ആവശ്യമായ വിശദീകരണങ്ങൾ കൊടുക്കാൻ അടിക്കുറിപ്പും സൂചിപ്പിച്ചിരിക്കണം. ഈ 8 ഭാഗങ്ങൾ പാർട്സ് ഓഫ് ടേബിൾ മനസ്സിലാക്കിയതുപോലെ ഗ്രാഫിനും 8 ഭാഗങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കണം എന്നതും നമ്മുടെ ഗ്രാഫിനെ മീനിങ്ഫുള്ളായി കൺവേ ചെയ്യുന്നതിന് അത്യാവശ്യമാണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ രൂപം മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഹൗ വി ഡ്രോ എ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം.
ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രം നമുക്ക് എങ്ങനെ വരക്കാൻ സാധിക്കും? Let us discuss in detail. First of all, the x-axis measures different data. x-axisൽ നാം വ്യത്യസ്ത ഡാറ്റകളെ റെപ്രസെന്റ് ചെയ്യുന്നു. That data will be measured on y-axis. എക്സിൽ റെപ്രസെന്റ് ചെയ്ത ഡാറ്റയെ y ആക്സിസിലെ സ്കെയിൽ ഉപയോഗിച്ച് നാം മെഷർ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഉദാഹരണമായി നമുക്കൊരു ബാർ ഡയഗ്രാം ചിത്രീകരിച്ചിരിക്കുന്നു. 2018, 2019, 2020 ഈ 3 ഇയറുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. Then an index is given here. Can you read this presentation? ഇതിൽ എന്ത് ഡാറ്റയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് റീഡ് ചെയ്യാൻ പറ്റുമോ? ബ്ലൂ കളർ ഇൻവെസ്റ്റ്മെന്റ്. യെസ്, ബ്ലൂ കളർ റെപ്രസെന്റ് ഇൻവെസ്റ്റ്മെന്റ്. റെഡ് കളർ പ്രൊഡക്ഷൻ. യെസ്, റെഡ് കളർ റെപ്രസെന്റ് പ്രൊഡക്ഷൻ. ഗ്രീൻ കളർ പ്രോഫിറ്റ്. വെരി ഗുഡ്. ഇവിടെ നീല നിറത്തിൽ നാം ഇൻവെസ്റ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, റെഡ് കളറിലൂടെ നാം പ്രൊഡക്ഷനെ റെപ്രസെന്റ് ചെയ്തു, ഗ്രീൻ കളർ റെപ്രസെന്റ് പ്രോഫിറ്റ്, ഗ്രീൻ കളറിലൂടെ നാം പ്രോഫിറ്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. Then how many firms are here? Yes, ഒരു ഫേമിന്റെ 2018ലെയും 2019ലെയും 2020ലെയും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാറ്റസും പ്രൊഡക്ഷൻ സ്റ്റാറ്റസും പ്രോഫിറ്റ് സ്റ്റാറ്റസും ചിത്രീകരിക്കുവാനാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം നാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് the situation when we use the multiple bar diagram is when two or more set of related variables have to be presented, we use a multiple bar diagram. രണ്ടോ അതിലധികമോ പരസ്പരം ബന്ധിതമായ ഒരു കൂട്ടം ഇൻഫർമേഷനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാം മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റും പ്രൊഡക്ഷനും പ്രോഫിറ്റും ഒരു സെറ്റ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് ആണ്. അവയെ ഒന്നിച്ച് ടോട്ടൽ ചെയ്യാൻ നമുക്ക് അസാധ്യവുമാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ഡാറ്റ പ്രസന്റേഷന് നമുക്ക് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. മറ്റ് ഒരു ഉദാഹരണം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം യൂസ് ചെയ്യാവുന്ന ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ ഒരു ഉദാഹരണം പറയാമോ നിങ്ങൾക്ക്? കോവിഡ് രോഗബാധിതർ, രോഗമുക്തർ, മരണസംഖ്യ. വെരി ഗുഡ്. അതെ, കോവിഡ് രോഗബാധിതർ, രോഗമുക്തർ, മരണസംഖ്യ എന്ന രൂപത്തിൽ നമുക്കിവിടെ ഒരു ഡാറ്റ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിച്ച് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. അതെ, സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. സ്റ്റഡി ടൈം ആൻഡ് മാർക്ക്. യെസ്, കറക്റ്റ്. സ്റ്റഡി ടൈം ആൻഡ് മാർക്ക് തുടങ്ങിയവയൊക്കെ നമുക്കിവിടെ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. Then let us now discuss the next form of geometric diagram, that is component bar diagram. Here the x-axis is measured commerce, humanities and science. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എന്നീ 3 ക്ലാസ്സുകളിൽ ബോയ്സ് ആൻഡ് ഗേൾസിന്റെ എണ്ണം നമുക്കിവിടെ ഒന്ന് കമ്പയർ ചെയ്യാം. അതിനായി നാം ബാർസ് ആർ എറക്റ്റഡ് ഫോർ ഡിഫറെന്റ് ക്ലാസ്സസ്. ഓരോ ക്ലാസ്സുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ബാറുകൾ നാം ഇറക്റ്റ് ചെയ്യുന്നു. Then a component bar diagram, how it different from other type of diagrams? When the subdivision and the total have to be presented. ഒരു സബ് ഡിവിഷനും അവയുടെ ടോട്ടലും പ്രസന്റ് ചെയ്യേണ്ട സന്ദർഭത്തിൽ we use component bar diagram. The subdivisions, ഇവയുള്ള ഘടകങ്ങളും ഇവയുടെ ഡിഫറെന്റ് പാർട്ടുകളും അവയുടെ തുകയും നമുക്ക് പ്രസന്റ് ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ നാം
കോമ്പണന്റ് ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നു. ഹിയർ the green color represents number of girls and the blue color represents the number of boys in commerce group. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ ഗേൾസിന്റെ എണ്ണത്തെ നാം ഗ്രീൻ കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ബോയ്സിന്റെ എണ്ണത്തെ നാം ബ്ലൂ കളർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ സയൻസ് ഗ്രൂപ്പിലും ഇങ്ങനെ ഡിഫറൻറ്റ് സബ് ഡിവിഷൻ ആൻഡ് ടോട്ടൽ ഹാവ് ടു ബി പ്രസൻറ്റഡ്. ഇവയുടെ സബ് ഡിവിഷനും അവയുടെ ടോട്ടലും ഒരേ സമയം ചിത്രീകരിക്കേണ്ട സന്ദർഭത്തിലാണ് നാം കോമ്പണന്റ് ബാർ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. തൊട്ടു മുമ്പ് കണ്ട മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ അവയുടെ ടോട്ടൽ നമുക്ക് ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അവയെ നാം സെപ്പറേറ്റ് ബാറുകളായി ചിത്രീകരിച്ചു. എന്നാൽ ഇവിടെ നമുക്ക് അവയുടെ ടോട്ടൽ അത്യാവശ്യമായതിനാൽ വി യൂസ് ദ കോമ്പണന്റ് ബാർ ഡയഗ്രാം. ഇവിടെ നാം സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം ഉപയോഗിച്ചു. ദെൻ നമുക്ക് ജോമെട്രിക് ഡയഗ്രത്തിലെ രണ്ടാമത്തെ ഫോം ഓഫ് പ്രസന്റേഷൻ ആണ് പൈ ഡയഗ്രാം. നേരത്തെ നാം പറഞ്ഞതുപോലെ നമ്മുടെ പത്രങ്ങളിലൂടെ മീഡിയകളിലൂടെ ഈ രൂപത്തിലുള്ള പ്രസന്റേഷൻ രൂപങ്ങൾ നാം ഒരുപാട് കണ്ടിട്ടുണ്ട്. പൈ ഡയഗ്രാം എങ്ങനെ നമുക്ക് വരക്കാം? എന്താണ് ഒരു പൈ ഡയഗ്രാം? Let us discuss in detail. It is a component diagram. Here is a circle proportionately divided into components which it represents. ഇവിടെ ഒരു വൃത്തം, ഒരു സർക്കിൾ, അവ റെപ്രസെന്റ് ചെയ്യുന്ന വിവിധ കോമ്പണൻസിന് ആനുപാതികമായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രസന്റേഷൻ രൂപത്തെയാണ് നാം പൈ ഡയഗ്രാം എന്ന് നാം വിളിക്കുന്നത്. ഹിയർ ദ ടോട്ടൽ ആൻഡ് പെർസെൻറ്റേജ് ബ്രേക്സ് ആർ പ്രസന്റഡ്. ഇവിടെ ടോട്ടലും അവയുടെ പെർസെൻറ്റേജ് ബ്രേക്സും ഇവിടെ നാം പ്രസന്റ് ചെയ്തിരിക്കുന്നു. ദെൻ ഹൗ വി വിൽ പ്രിപ്പയർ എ പൈ ഡയഗ്രാം. ഒരു പൈ ഡയഗ്രാം എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഹിയർ an example data is given. Employment pattern in India 2012. 2012 അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ഒരു എംപ്ലോയ്മെന്റ് പാറ്റേൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഐറ്റംസ് ആർ ഗിവൺ, പോപ്പുലേഷൻ ഈസ് ഗിവൺ. സെൽഫ് എംപ്ലോയിഡ് പോപ്പുലേഷന്റെ എണ്ണം 52 എന്നും റെഗുലർ സാലറീഡ് പോപ്പുലേഷനെ 18 എന്നും വേജ് ലേബേഴ്സ് 30 എന്നും നമുക്കിവിടെ തന്നിട്ടുണ്ട്. എങ്ങനെ നാം ഇവിടെ ഒരു പൈ ഡയഗ്രാം പ്രിപ്പയർ ചെയ്യും? ഈ ഡാറ്റ വെച്ചിട്ട് തൊട്ടടുത്തായി നമുക്ക് പെർസെൻറ്റേജ്, ആംഗിൾ എന്നീ രണ്ട് കോളംസ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിനാൽ പൈ ഡയഗ്രാം വരയ്ക്കുന്ന സ്റ്റെപ്പുകൾ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം. ഒന്നാമതായി കൺവേർട്ട് ഈച്ച് കോമ്പണന്റ് ഇൻടു പെർസെൻറ്റേജ്. ഓരോ വാല്യൂവിനെയും ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. എങ്ങനെ നമുക്ക് ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും? അതെ, ഓരോ മൂല്യത്തെയും 100 കൊണ്ട് ഗുണിക്കുകയും അവയുടെ തുക കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും വേണം. ഓരോ മൂല്യത്തെയും 100 കൊണ്ട് ഗുണിച്ച് ആകെ തുക കൊണ്ട് ഹരിക്കുകയും ചെയ്താൽ നമുക്ക് ശതമാനം ലഭിക്കും, പെർസെൻറ്റേജ് ലഭിക്കും. രണ്ടാമതായി കൺവേർട്ട് ദ പെർസെൻറ്റേജ് ഇൻടു ആംഗിൾ. നമുക്ക് ലഭിച്ച ശതമാനത്തെ ആംഗിളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ സാധിക്കും? മൾട്ടിപ്ലൈ ഈച്ച് പെർസെൻറ്റേജ് വാല്യൂ വിത്ത് 3.6. നമുക്ക് ലഭിച്ച ശതമാന മൂല്യത്തെ 3.6 കൊണ്ട് നാം ഗുണിച്ചാൽ ആംഗിൾ വാല്യൂ ലഭിക്കും. എന്താണ് ആംഗിൾ വാല്യൂ? ഒരു സർക്കിളിന്റെ ആകെ ആംഗിൾ വാല്യൂ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ ശതമാന മൂല്യത്തെയും 360 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഹരിക്കേണ്ടതുണ്ട്. പക്ഷെ 360 ഡിവൈഡഡ് ബൈ 100 എന്നതിന് പകരം നാം 3.6 എന്നെടുക്കുന്നു. 360
100 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3.6 ലഭിക്കുമല്ലോ. അപ്പോൾ ഓരോ ശതമാന മൂല്യത്തെയും നാം 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കഴിഞ്ഞു. Then we draw a circle and divide the circle into components. പിന്നെ നാം ഒരു സർക്കിൾ വരയ്ക്കുകയും ആ സർക്കിളിനെ വിവിധ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ നമ്മുടെ ഡാറ്റയുടെ ആകെ തുക 100 ആണ്. അപ്പോൾ നാം ശതമാനം കാണേണ്ടതുണ്ടോ? അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കാണേണ്ടതുണ്ടോ? ഇല്ല. കാരണം 52 എന്ന് പറയുന്നത് തന്നെ 100ൻ്റെ 52% ആണ്. 18 എന്ന് പറയുന്നത് 18% ആണ്. 30 എന്ന് പറയുന്നത് 30% ആണ്. അപ്പോൾ നിലവിൽ ടോട്ടൽ വാല്യൂ 100 ആണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് കാണേണ്ടതില്ല. ദെൻ മറ്റൊരു ഉദാഹരണത്തിൽ ടോട്ടൽ വാല്യൂ 200 ആണെങ്കിൽ നമുക്ക് ഇതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് മറ്റൊരു എളുപ്പ വഴിയുണ്ട്. 200 ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഡാറ്റയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ടായി. ഇനി ടോട്ടൽ 50 ആണെങ്കിലോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജിലേക്ക് അഥവാ 100ൻ്റെ പാർട്സ് ആയി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ എങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പരിശോധിക്കാം. നമ്മുടെ ഡാറ്റ 104 ആണ്. 104നെ 100 കൊണ്ട് ഗുണിക്കുകയും ഡാറ്റയുടെ ടോട്ടൽ 200 കൊണ്ട് ഹരിക്കുകയും വേണം. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ലഭിക്കുന്നു. ദെൻ വീണ്ടും നെക്സ്റ്റ് ഡാറ്റ 36, അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3600, ടോട്ടൽ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് പെർസെൻറ്റേജ് ലഭിക്കുന്നു. നെക്സ്റ്റ് 60യെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6000 ലഭിച്ചു. ഡാറ്റയുടെ ടോട്ടൽ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ലഭിക്കുന്നു. ഈ രൂപത്തിൽ നമുക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. 52, 18, 30 എന്ന് നമുക്ക് ലഭിക്കുന്നു. നമുക്ക് ലഭിച്ച ഈ പെർസെൻറ്റേജ് വാല്യൂവിനെ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അഥവാ ഓരോ മൂല്യത്തെയും നാം 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആംഗിൾ വാല്യൂ ലഭിക്കുന്നു. ആംഗിൾ വാല്യൂവിൻ്റെ ടോട്ടൽ എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പൈ ഡയഗ്രാം വരയ്ക്കാം. അതിനായി നാം കോമ്പസ് ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുകയും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആ സർക്കിളിനുള്ളിൽ നാം ആംഗിളുകൾ മാർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് പൈ ഡയഗ്രാം ലഭിച്ചു. പൈ ഡയഗ്രാം ഈസ് എ സർക്കിൾ ഡയഗ്രാം which divide into different components which they represent. ഒരു സർക്കിൾ ഡയഗ്രാമാണ്. അതിൻ്റെ ഉൾഭാഗം ശതമാന രൂപത്തിൽ അവയുടെ കോമ്പണന്റുകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു രൂപമാണ് പൈ ഡയഗ്രാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡയഗ്രമാറ്റിക് പ്രസന്റേഷനിലെ ജോമെട്രിക് ഡയഗ്രാം എന്ന ഭാഗത്തിൽ ബാർ ഡയഗ്രവും പൈ ഡയഗ്രവും സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം ഇവ എങ്ങനെ വരക്കാമെന്ന് വിശദമായി നാം ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മുടെ വാർത്താ മീഡിയയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈനംദിന ഡാറ്റകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഡാറ്റകൾ സ്യൂട്ടബിളായ ഡയഗ്രാം ഉപയോഗിച്ച് നിങ്ങൾ പ്രസന്റ് ചെയ്യുകയും അവ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ ഡയഗ്രമാറ്റിക് പ്രസന്റേഷനായ ഫ്രീക്വൻസി ഡയഗ്രാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡയഗ്രാം, ഹൗ വി വിൽ ഡ്രോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡയഗ്രാംസ് എന്നിവ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.